ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെതിരെയുള്ള തമിഴ്നാടിന്റെ പ്രതിഷേധത്തെ കേവലം ഭാഷാഭ്രാന്ത് എന്ന നിലയിൽ സമീപിക്കുന്നത് ചരിത്ര നിഷേധമായിരിക്കും. കാരണം സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട് തമിഴ് ഭാഷാ സംരക്ഷണ പോരാട്ടങ്ങൾക്ക്. 1937 മുതൽ തുടങ്ങുന്നതാണ് തമിഴ്നാടിന്റെ ഹിന്ദി വിരുദ്ധ പോരാട്ടം. മദ്രാസ് പ്രസിഡൻസിയിലെ ആദ്യ മുഖ്യമന്ത്രിയായിരുന്ന സി രാജഗോപാലാചാരിയാണ് ആദ്യമായി ഹിന്ദി തമിഴ്നാട്ടിലെ സ്കൂളുകളിൽ നിർബന്ധിത വിഷയമാക്കാൻ തീരുമാനിക്കുന്നത്. എന്നാൽ തമിഴ് ഐഡന്റിറ്റിയിലേക്കുള്ള അറ്റാക്കായിട്ട് ഇതിനെ കണ്ട ജസ്റ്റിസ് പാർട്ടി നേതാവായിരുന്ന പെരിയാർ ഇ.വി. രാമസ്വാമി ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത്. പെരിയാറും CN അണ്ണാദുരൈയും ഉൾപ്പെടെ 1100 പേരാണ് ഈ പ്രതിഷേധത്തിൽ അറസ്റ്റിലായത്. 3 വർഷം നീണ്ട ഈ പ്രതിഷേധത്തിൽ 1940 പിന്നീട് ഈ ഓർഡർ പിൻവലിക്കുന്നത്. തലമുത്തു, നടരാജൻ എന്നിങ്ങനെ 2 പേർ ഈ ഭാഷായുദ്ധത്തിലൂടെ രക്തസാക്ഷികളാവുകയാണ് ഉണ്ടായത്. 1946 ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്രത്തിന്റെ അടുത്ത ശ്രമം നടന്നു. അന്ന് അണ്ണാദുരൈയായിരുന്നു പ്രതിഷേധത്തിന് ചുക്കാൻ പിടിച്ചത്. എന്നാൽ ഒരിക്കൽ കൂടി സർക്കാരിന് ഈ കാര്യത്തിൽ മുട്ടുമടക്കേണ്ടി വന്നു. 1953 തമിഴ്നാട്ടിൽ കല്ലക്കുടി എന്ന പേര് മാറ്റി രാജസ്ഥാനിലെ രാമകൃഷ്ണ ഡാൽമിയ എന്ന വ്യവസായിയുടെ പേരിൽ ഡാൽമിയപുരം എന്നാക്കി മാറ്റാൻ തീരുമാനിച്ചതിന് പിന്നാലെ നടന്ന പ്രതിഷേധമാണ് എടുത്തു പറയേണ്ട മറ്റൊന്ന്. കരുണാനിധി നയിച്ച സമരം റെയിൽവേ ട്രാക്കിൽ കിടന്നുകൊണ്ടാണ് പ്രതിഷേധിച്ചത്. പോലീസ് നടത്തിയ ലാത്തിചാർജിലും ഫയറിലും 10 പേർക്ക് അപകടം സംഭവിക്കുകയും 2 പേർക്ക് മരണം സംഭവിക്കുകയും ചെയ്തു. വിഷയത്തിൽ 5 മാസത്തേക്ക് കരുണാനിധി ഉൾപ്പെടെയുള്ളവർ ജയിലിലാവുകയും ചെയ്തു. മദ്രാസ് റേഡിയോ സ്റ്റേഷന് ആകാശവാണി എന്ന സംസ്കൃത നാമത്തിന് പകരം തമിഴ് പേര് നൽകുന്നതുമായി ബന്ധപ്പെട്ട് 2 യുവാക്കൾ നടത്തിയ നിരാഹാര സമരവും ഇതിനോട് ചേർത്ത് വെക്കാവുന്നതാണ്. ഇതിന്റെ ഫലമായി DMK അധികാരത്തിലേറിയപ്പോൾ ആകാശവാണി തമിഴ് വാനൊലി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രഖ്യാപിച്ച ത്രിഭാഷാ നയത്തെ തമിഴ്നാട് എതിർത്തതിനെ തുടർന്ന് 2000 കോടിയോളം വരുന്ന എഡ്യൂക്കേഷൻ ഫണ്ട് കേന്ദ്രം തടഞ്ഞു വെച്ചതാണ് ഇപ്പോൾ വീണ്ടും പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഇന്ത്യയിലെ കുട്ടികൾ മാതൃഭാഷയ്ക്കൊപ്പം ഹിന്ദിയും ഇംഗ്ലീഷും നിർബന്ധമായും പഠിക്കണം എന്നതാണ് ത്രിഭാഷാ നയത്തിന്റെ അടിസ്ഥാനം. മറ്റു സംസ്ഥാനങ്ങളിൽ ഹിന്ദി നിർബന്ധമാക്കിയതോടെ 100 വർഷത്തിൽ 25 തദ്ദേശീയ ഉത്തരേന്ത്യൻ ഭാഷകൾ നശിച്ചെന്നാണ് സ്റ്റാലിന്റെ ആരോപണം. കേന്ദ്ര ശ്രമത്തിനെതിരെ വേണ്ടി വന്നാൽ മറ്റൊരു ഭാഷാ സമരത്തിന് തമിഴ്നാട് തയ്യാറാണെന്നും തമിഴ്, ഇംഗ്ലീഷ് എന്നിങ്ങനെ ദ്വിഭാഷ മതിയെന്നുമാണ് തമിഴ്നാട് സർക്കാർ പറയുന്നത്. ഈ കാര്യത്തിൽ സ്റ്റാലിന്റെ നിലപാട് തന്നെയാണ് BJP ഒഴികെയുള്ള മറ്റു പാർട്ടികൾക്കും. തമിഴർ എന്ന ഐഡന്റിറ്റിയിൽ ഊറ്റം കൊള്ളുന്നവർക്കിടയിൽ കേന്ദ്രത്തിന്റെ ഈ നയം എത്രത്തോളം വിലപ്പോകുമെന്നത് കണ്ടറിയേണ്ടതുണ്ട്.